പ്രിയപ്പെട്ടവർ, എൻ്റെ പേര് റോബിൻ ആൻ്റണി എന്നാണ്. എൻ്റെ വീട് കൊച്ചിയിൽ കണ്ണമാലിക്കടുത്ത് ചെറിയകടവ് എന്നൊരു സ്ഥലത്താണ്. കഴിഞ്ഞ 20 വർഷമായി കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ട് ഇടയാകുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു എന്ന് കടന്നു വന്നുവോ അന്ന് തുടങ്ങിയാണ് യഥാർത്ഥമായ സംതൃപ്തി, സമാധാനം ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലോ എൻ്റെ വീട്ടിലോ ഒരു തരത്തിലുമുള്ള നന്മ ഉണ്ടായിരുന്നില്ല. പാപം നിറഞ്ഞ് ശാപഗ്രസ്തമായ പ്രവർത്തികൾ ചെയ്ത് തീർത്തും തകർന്നു പോയിരുന്ന ഞങ്ങളുടെ ജീവിതത്തെ കർത്താവായ യേശു പിടിച്ച് ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വീടിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ കാണുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്, എൻ്റെ അപ്പൻ ഒത്തിരി മദ്യപിച്ച് വന്ന് എൻ്റെ അമ്മയെ അതിക്രൂരമായിട്ട് ഉപദ്രവിക്കും. ചിലപ്പോഴൊക്കെ നമ്മൾ കഴിക്കാനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്ത് നശിപ്പിച്ച് കളയും. ചില ദിവസങ്ങളിലൊക്കെ അമ്മയെ അതിക്രൂരമായിട്ട് ഉപദ്രവിക്കും. എൻ്റെ വീടിനടുത്തൊരു കുളമുണ്ട്. ഈ കുളത്തിലേക്ക് ഈ അമ്മയെ വലിച്ചിഴച്ചു കൊണ്ടുപോകും. അവിടെയിട്ട് മുക്കിക്കൊല്ലാനായിട്ട് അപ്പൻ ശ്രമിക്കും. ഈ പ്രായത്തിൽ ഇത് കണ്ട് നിലവിളിക്കാനല്ലാതെ കരയാനല്ലാതെ ഞങ്ങൾക്കൊന്നും സാധിച്ചിരുന്നില്ല. പലപ്പോഴും അതിക്രൂരമായ പീഡനം അമ്മ ഏൽക്കുമ്പോൾ അമ്മ ചിന്തിക്കുന്നത്, ചത്തുകളഞ്ഞാലോ, ഈ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുമ്പോൾ കുഞ്ഞുങ്ങളായ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അമ്മ ജീവിക്കാനായിട്ട് പരിശ്രമിച്ചു. കഴിയുന്നത് പോലെ ഈശോയുടെ വചനം കേട്ട് ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി ആ നാളുകളിൽ കിട്ടുന്ന ദൈവിക വചനങ്ങൾ ഉള്ളിൽ സ്വീകരിച്ച് കൃപയിൽ നിന്ന് ജീവിക്കാനായിട്ട് അമ്മ പരിശ്രമിച്ചു. എങ്ങനെയെങ്കിലും എൻ്റെ മക്കളെ ഒന്ന് വളർത്തിയെടുക്കണം. എൻ്റെ മക്കൾ വളർന്നു കഴിയുമ്പോൾ എനിക്ക് അല്പം സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കും എന്നുള്ള ഒരു പ്രത്യാശ അമ്മയെ വീണ്ടും ജീവിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം എൻ്റെ അപ്പൻ വന്നിട്ട് അമ്മയെ അതിക്രൂരമായിട്ട് ഉപദ്രവിച്ചു. ഇങ്ങനെ ഭയന്ന് വിറച്ച് നിൽക്കുന്ന എൻ്റെ വീട്ടിൽ ഒരു ദിവസം, ഒരു ഞായറാഴ്ച, ഒരു സമാധാനമോ സന്തോഷവും ഇല്ല. അപ്പൻ മദ്യം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിക്കും, കൂട്ടുകാർക്കും കൊടുക്കും. അതിനുശേഷം വീട്ടിൽ അന്ന് രാത്രി മുഴുവൻ കലഹമാണ്. ഇങ്ങനെ തന്നെയാണ് എല്ലാ ദിവസങ്ങളും ആഴ്ചകളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 10 വയസ്സ് പ്രായം വരെ അതിന് മുകളിലായിട്ടും ഞാൻ ഈ അനുഭവം തന്നെ കണ്ടു വളർന്നു വന്നു. എൻ്റെ ആദ്യ കുർബാന സ്വീകരണ ദിവസം എൻ്റെ ഇടവക പള്ളിയിൽ നിന്ന് ഈശോയെ, ദിവ്യകാരുണ്യനാഥനെ ഞാൻ ആദ്യമായിട്ട് സ്വീകരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു തന്നത്, മോനെ, അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് നിനക്ക് എങ്ങനെ വേണേലും സന്തോഷിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ അപ്പൻ എൻ്റെ കയ്യിലേക്ക് ഒഴിച്ചു തന്നത് ഒരു ഗ്ലാസ് മദ്യമാണ്. 10 വയസ്സുകാരനായ എൻ്റെ കയ്യിലേക്ക് അപ്പൻ ഈ മദ്യം ഒഴിച്ചു തന്നു. ഞാനത് കഴിച്ചു. ഈശോയെ, ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ച അന്ന് തന്നെ ഞാൻ ഈ പാപവും എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടുന്ന് വളർന്നു തുടങ്ങിയത്, എനിക്ക് സന്തോഷം കിട്ടുന്ന എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും, ഏതെല്ലാം തരത്തിലുള്ള ലഹരികൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും, ഈ ഒരു ലെവലിലേക്ക് ഞാൻ മാറി തുടങ്ങി. 10 വയസ്സിൽ നിന്ന് 23 വയസ്സിലേക്ക് ഞാൻ എത്തിയപ്പോൾ 9ഓളം ക്രിമിനൽ കേസുകളിൽ ഞാൻ പ്രതിയാണ്. എല്ലാവിധ ലഹരി പദാർത്ഥങ്ങൾക്കും അടിമയാണ്. ഒരു വിധത്തിലും ആർക്കും ഒരു സന്തോഷം കൊടുക്കാത്ത ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറി. പണത്തിന് വേണ്ടി, സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി, ആനന്ദിക്കാൻ വേണ്ടി, ലഹരി പിടിക്കാൻ വേണ്ടി ആരെയും കൊല്ലാനും നശിപ്പിക്കാനും മടിയില്ലാത്തൊരു വ്യക്തിയായിട്ട് ഞാൻ മാറി തുടങ്ങി. എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. എൻ്റെ പ്രിയപ്പെട്ടവരെന്നെ ഉപേക്ഷിച്ചു. എൻ്റെ കൂട്ടുകാരിൽ നിന്ന് അകലാൻ തുടങ്ങി. ബന്ധുക്കൾ എന്നെ വെറുക്കാൻ തുടങ്ങി. എന്തിനു പറയണം, എൻ്റെ നാട്ടിൽ ഒരു പേ പിടിച്ച പട്ടി എന്ന കണക്കെ ഞാൻ അങ്ങും ഇങ്ങും നടക്കാൻ തുടങ്ങി. എന്നെ സ്നേഹിച്ചവർക്കെല്ലാം ഞാൻ മുറിവുകൾ കൊടുക്കാൻ തുടങ്ങി, അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഞാൻ എല്ലാവരും വെറുക്കപ്പെട്ടു നിന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ലക്ഷ്യം ഇതാണ്, കാശുണ്ടാക്കണം. ആരോ വേണേലും നശിപ്പിച്ചിട്ടാണെങ്കിലും കാശുണ്ടാക്കണം. ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പലരെയും ഉപദ്രവിച്ചതിൻ്റെ പേരിൽ ഒത്തിരി കേസുകൾ എനിക്കുണ്ട്. ആ നാളിൽ എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചൊരു വിഷയം ഇതാണ്. ഒരു നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നത്, ആ വ്യക്തിയുടെ പിതാവ് കണ്ടു നിന്നിട്ട് ആ മനുഷ്യൻ സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് തളർന്ന് വീണ് പിന്നീട് 3 വർഷത്തോളം കിടപ്പ് രോഗിയായിട്ട് കിടന്ന് മരണപ്പെട്ടു. ഇങ്ങനെ പലരുടെയും ജീവിതവും ആരോഗ്യവും ഞാൻ നശിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒളിവിൽ പോകേണ്ടതായിട്ട് വന്നു.
ഒരു 3 മാസമൊക്കെ കഴിഞ്ഞ് ജാമ്യം കിട്ടി ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞതാണ്, മോനെ ഇന്ന് വരെ സന്തോഷം എന്തെന്നോ സമാധാനം എന്തെന്നോ ഞാൻ അനുഭവിച്ചിട്ടില്ല. മക്കളായ നിങ്ങളിൽ നിന്നെങ്കിലും അത് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ജീവിച്ചു തുടങ്ങിയത്. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് ഇനി ഒരിക്കലും സന്തോഷം കിട്ടുകയില്ല. കാരണം എൻ്റെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പനേക്കാളും വലിയ മോശക്കാരായിട്ടാണ്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ പാപജീവിതത്തിലേക്ക് പോകുന്നത് കാണാൻ, നിങ്ങളിങ്ങനെ നശിച്ചു കിടക്കുന്നത് കാണാനായിട്ട് ഞാൻ ഉണ്ടാവില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് അമ്മ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീട്ടിൽ വരുന്നത്. ഞാൻ കുറേ നാൾ ഒളിവിലൊക്കെ ഇരുന്ന് ജാമ്യമൊക്കെ എടുത്ത് കോടതിയിൽ നിന്ന് എനിക്ക് ജാമ്യം കിട്ടി ഞാൻ പുറത്ത് വരുമ്പോൾ എൻ്റെ അമ്മയുടെ അവസ്ഥ ഇങ്ങനെ, അമ്മ ഇങ്ങനെ എനിക്കെതിരെ പിറുപിറുക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അമ്മയുടെ നിലവിളിയും കരച്ചിലും ബഹളമൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, കുറേ നാളായല്ലോ നിങ്ങൾ ചാകുമെന്ന് പറയും, ഇന്ന് വരെ ചത്ത് കണ്ടില്ലല്ലോ, ഇന്നെങ്കിലും ഒന്ന് ചത്ത് തരാമോ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയെ പ്രകോപിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾ അമ്മയുടെ മനസ്സിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അമ്മ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഇന്ന് ഞാൻ മരിക്കും, ഇന്ന് ഞാൻ മരിച്ചു തരാം, നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഞാൻ ഇന്ന് ചത്തു തരും. ഞാൻ പറഞ്ഞു, കുറേ നാളായി ചാവൂ എന്ന് പറഞ്ഞിട്ട് ഇന്നെങ്കിലും ഒന്ന് ചത്തു തരാവോ? ഉടനെ അമ്മ വീടിൻ്റെ വാതിലൊക്കെ പൂട്ടിയിട്ട് അകത്തേക്ക് കയറി അവിടെയുള്ള അടുക്കളയിലുള്ള കുറേ മണ്ണെണ്ണ എടുത്ത് അമ്മ തലയിലൂടെ ഒഴിച്ചു. എന്നിട്ട് അടപ്പിനടുത്ത് പോയിട്ട് തീപ്പെട്ടി അന്വേഷിക്കുകയാണ്. ഒരു തീപ്പെട്ടി കൊള്ളി ഉരച്ച് തൻ്റെ ശരീരത്തിൽ വെച്ചാൽ മതി, അതോടുകൂടെ ഈ ജീവിതം ഇവിടെ അവസാനിക്കുമല്ലോ എന്ന് കരുതി അമ്മ മരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ അവിടെ തീപ്പെട്ടി ഒന്നും കാണുന്നില്ല. ഈ അമ്മ കുറേ നേരം തീപ്പെട്ടി തപ്പി നടന്നു. പിന്നീട് അമ്മ അത് നിർത്തി. എന്നിട്ട് മണ്ണെണ്ണയിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ഇവർ ചാവാനായിട്ട് ചെയ്യുന്നതൊന്നുമല്ല, ഞങ്ങൾ നന്നാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകമാണിത്, അതുകൊണ്ട് ഇവരിഞ്ഞ് ജീവിക്കണ്ട. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ദേഷ്യമുണ്ടായി. ഞാനൊരു തീരുമാനമെടുത്ത്, ഇവരെ ഇന്ന് കൊല്ലണം. അപ്പോൾ ഞാൻ കുറച്ച് കൊട്ടേഷനും അടിപിടി കേസുമായിട്ട് നടക്കണമുണ്ട്. അത്യാവശ്യം മാരകായുധങ്ങൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 2 അടി നീളമുള്ള ഒരു വടിവാളി ഞാൻ എടുത്തുകൊണ്ട് വന്നു. എൻ്റെ ഈ കയ്യിൽ എത്രമാത്രം ബലമുണ്ടോ അതനുസരിച്ച് ഞാൻ പിടിച്ചിട്ട് എൻ്റെ അമ്മയുടെ മുമ്പിൽ പോയി നിന്നു. എൻ്റെ മനസ്സിൽ ഒറ്റ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ, ഒന്നെങ്കിൽ ഇവരുടെ കഴുത്ത് വെട്ടിമുറിക്കണം, അതല്ലെങ്കിൽ വയറ്റിൽ കുത്തിയിറക്കണം, എന്തായാലും ഇവരെ കൊല്ലണം. എൻ്റെ നിപ്പും ഭാവമൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇവൻ എന്നെ എന്തെങ്കിലും ചെയ്യും. എന്നോട് കെഞ്ചി പറഞ്ഞു, മോനെ എന്നെ ഒന്നും ചെയ്യരുത്. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് എൻ്റെ മനസ്സിന്, എൻ്റെ കാതുകൾക്ക് ശക്തി ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലിരുന്ന വാളുകൊണ്ട് എൻ്റെ അമ്മയുടെ കഴുത്ത് നോക്കി ഞാൻ വെട്ടാനായിട്ട് കൈ ഉയർത്തിയപ്പോൾ തന്നെ മോനെ എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിക്കാൻ അമ്മ ശ്രമിച്ചു. ആ സമയത്ത് ഞാനും അമ്മയും കൂടെ അവിടെ പിടുത്തമായി. അമ്മയും ഞാനും കൂടി മറിഞ്ഞു വീണ സമയം പെട്ടെന്ന് അമ്മ ചാടി എഴുന്നേറ്റ് വലിയ വായിൽ നിലവിളിച്ച് ഒച്ചയെടുത്ത് അലറിക്കരഞ്ഞ് പിന്നിലെ വാതിൽ എങ്ങനെയോ വലിച്ചു തുറന്ന് ജീവനും കൊണ്ട് അമ്മ പുറത്തേക്ക് ഓടി. പിന്നാലെ ഞാനും ഓടിച്ചിട്ടു. അന്ന് പകൽ സമയം ആയിരുന്നിട്ടും അവരെ കയ്യിൽ ഒതുങ്ങി കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലണം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ ഈ അമ്മയുടെ പിന്നാലെ പരക്കം പാഞ്ഞത്. അമ്മ അടുത്തുള്ളൊരു വീട്ടിൽ ഓടിക്കേറി, അതുകൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. പിന്നീട് അന്നത്തെ ദിവസം അമ്മ വീട്ടിൽ വന്നില്ല. 2-3 ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഇടവകയിൽപ്പെട്ട കുറച്ച് സ്ത്രീകൾ അമ്മയെ വീട്ടിൽ കൊണ്ടുവന്നു. അവർ കൊണ്ടുപോയി ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് കുറച്ചു നേരം പ്രാർത്ഥിപ്പിച്ച് അവർ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അപ്പനുമായിട്ടിരുന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു, ഇനി ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞ് അവർ ഇരുത്തിയിട്ട് പോയി. ഞാനോ അപ്പനോ അമ്മയോ ആരും ഇവർക്ക് എന്ത് സംഭവിച്ചെന്നോ അതിനുശേഷം ഇവരെങ്ങനെയായെന്നോ ഞങ്ങൾ ആരും മനസ്സിലാക്കിയില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് സുഖലോലുപതയിൽ ജീവിച്ചു കൊണ്ടിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ മോഹങ്ങളെ, ആഗ്രഹങ്ങളെ, ആസക്തികളെ ഞങ്ങളിങ്ങനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് കിട്ടാവുന്ന ലഹരി എത്രമാത്രമുണ്ട് അത് മാത്രമേ ഞങ്ങളുടെ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. മറ്റു സ്നേഹമോ ബന്ധമോ വേദനയോ മുറിവൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ലായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയിൽ ചില പെരുമാറ്റ രീതികൾ, അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അമ്മയ്ക്കൊരു വിഭ്രാന്തി, പറപറാന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഞാൻ ചെയ്ത ഈ പ്രവൃത്തി, അമ്മയുടെ ജീവൻ എടുക്കാനായിട്ട് ഞാൻ തുനിഞ്ഞതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് സന്തോഷവും സമാധാനവും എന്നൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷയിരുന്ന ഈ അമ്മയ്ക്ക് മക്കളിൽ നിന്നുണ്ടായ ദുരാനുഭവം കൊണ്ട് അത് താങ്ങാൻ പറ്റാതെ അവരുടെ മാനസിക നില തകർന്ന് അവരൊരു ഭ്രാന്തിയായിട്ട് മാറി. എൻ്റെ അമ്മ ഒരു ഭ്രാന്തിയാണ്. എൻ്റെ അമ്മ ഒരു മാനസിക രോഗിയാണ്. എൻ്റെ പാപം കൊണ്ട്, എൻ്റെ സ്വാർത്ഥത കൊണ്ട്, ഞാൻ സുഖലോലുപതയിൽ മുഴുകുന്നത് കൊണ്ട്, എൻ്റെ അഹങ്കാരം കൊണ്ട് എനിക്ക് കിട്ടിയത് മാനസിക രോഗിയായ ഒരമ്മയാണ്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നീ സൂക്ഷ്മതയോടെ പാലിക്കുന്നെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നീ പാലിക്കുന്നില്ലെങ്കിലോ സകല പ്രവർത്തികളിലും നീ ശാപകൃഷ്ണനായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവവചനം അറിയില്ല, കർത്താവിൻ്റെ കൂദാശകൾ അറിയില്ല,
വിശുദ്ധ ബലിക്ക് പോകത്തില്ല, ലോകത്തിന്റെ സുഖലോലുപതയിലാണ് ജീവിച്ചിരുന്നത്. ഈ സമയങ്ങളിൽ അപ്പൻ മദ്യപിച്ച് വന്നിട്ട് എൻ്റെ അമ്മയെ അതിക്രൂരമായിട്ട് ഉപദ്രവിക്കും. ഒരു ദിവസം ഒരു കൂട്ടുകാരൻ ഓടി വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: എടാ, കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് വീട്ടിൽ ചെല്ല്. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന ഒരു അവസ്ഥ എന്താണെന്നറിയാമോ? മാനസിക രോഗിയായിരിക്കുന്ന ഈ അമ്മയെ അപ്പൻ വലിച്ചിഴച്ച് പുറത്ത് കൊണ്ടുവന്നിട്ട് അപ്പൻ്റെ ഇരുമ്പ് പോലത്തെ കൈ കൊണ്ട് അമ്മയെ ഇടിച്ച് നിലത്തിടുകയാണ്. ഞാൻ ഓടിച്ചെന്നിട്ട് അപ്പൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് വലിച്ചെടുത്തിട്ട് എൻ്റെ ഈ കൈക്ക് എത്രമാത്രം ശക്തിയുണ്ടോ ആരോഗ്യമുണ്ടോ അതനുസരിച്ച് അപ്പൻ്റെ മുഖത്ത് ഞാൻ അടിച്ചു. 2 പ്രാവശ്യം അടിച്ചു. ആ 2 പ്രാവശ്യം അദ്ദേഹം താഴെ വീണു. പ്രഭാഷകന്റെ പുസ്തകം 3:16 പറയുന്നത്, മാതാവിനെയോ പിതാവിനെയോ പ്രകോപിക്കുന്നവന് കർത്താവിന്റെ ശാപം ഏൽക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ സുഖം, എന്റെ ലക്ഷ്യം ഈ ലോകത്തിന്റെ ജഡത്തിന്റെ സുഖത്തെ ഞാൻ പുലുകിയപ്പോൾ ഞാനൊരു ശാപിക്കപ്പെട്ടവനായിട്ട് തീർന്നു. എല്ലാവരും എന്നെ വെറുത്തു. അവസാനം എനിക്ക് ആരുമില്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് 1-2 സഹോദരങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, അവർക്ക് എന്നോട് കർത്താവ് അവരോട് അനുകമ്പ കാണിച്ചു. അവരിലൂടെ എന്ത് ചെയ്തെന്നറിയാമോ? എന്നെ ഒരു ധ്യാനത്തിലേക്ക് അവർ കൊണ്ടുപോയി. 275 പേരടങ്ങുന്ന ഒരു ധ്യാന ഗ്രൂപ്പിൽ കൊണ്ടുപോയി ഇരുത്തി. ഞാൻ അവിടെ ഇരുന്ന് എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. അന്ന് ധ്യാനത്തിന്റെ 2ാമത്തെ ദിവസമായിരുന്നു. അന്ന് പാപബോധത്തെക്കുറിച്ച്, പശ്ചാത്താപത്തെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ തിരിച്ചു വരുന്നതിനെ കുറിച്ച്, അനുതാപത്തോടെ തൻ്റെ ദൈവത്തിലേക്ക് തിരിച്ചു വരവിനെ കുറിച്ച് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടു. എല്ലാവരും കർത്താവിൻ്റെ വചനത്തെ കേട്ടുകൊണ്ട് ദൈവത്തിലേക്ക് തങ്ങളുടെ ജീവിതങ്ങളെ കൊടുത്തുകൊണ്ട് അവരവരുടെ പാപ ജീവിതങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ടി ഓരോ പാപങ്ങളും ഒന്നൊന്നായി അവർ പേപ്പറിൽ എഴുതിയെടുക്കണം ഞാൻ കണ്ടു. എനിക്ക് തോന്നി, എന്തുകൊണ്ട് എനിക്കും ഒന്ന് ചെയ്തുകൂടാ? കാരണം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നന്മയില്ല, സന്തോഷമില്ല, സമാധാനമില്ല, ആനന്ദമില്ല, സംരക്ഷണമില്ല. എല്ലാം ഇങ്ങനെ തകർന്നു കിടക്കുന്ന ഒരവസ്ഥ. അപ്പനും അമ്മയും തമ്മിൽ ബന്ധമില്ല, മക്കൾ തമ്മിൽ ബന്ധമില്ല, ബന്ധുക്കൾ തമ്മിൽ ബന്ധമില്ല, എല്ലാം ഭിന്നിച്ചു കിടക്കുന്ന അവസ്ഥ. ഇതിൻ്റെ കാരണം ഞങ്ങളിൽ ഭരണം നടത്തുന്ന പാപമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, ഈ ജീവിതം ഇങ്ങനെ തന്നെ പോയിട്ട് കാര്യമില്ല. കർത്താവിലേക്ക് തിരിയണം, അനുതപിക്കണം, പശ്ചാത്തപിക്കണം. ഞാൻ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി എൻ്റെ ഹൃദയം തുറന്നു കൊടുത്തു. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് 10 പ്രമാണങ്ങളിലേ ഉള്ളൂ, 10 പാപമല്ലേ ഉള്ളൂ എന്നാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ നിരവധി പാപങ്ങൾ എനിക്ക് വെളിപ്പെടാൻ തുടങ്ങി. 100-നടുത്ത് പാപങ്ങൾ ഒരു പേപ്പറിൽ എഴുതിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയം തുറന്നു തന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ പാപങ്ങൾ ഞാൻ അറിയുമ്പോൾ, ഓരോ പാപത്തിന്റെ വലിപ്പം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ഒരിക്കലും ഞാൻ അനുഗ്രഹിക്കപ്പെടത്തില്ല, ഇനി ഒരിക്കലും എനിക്ക് രക്ഷ കിട്ടത്തില്ല എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം ചെയ്തു. ആ ധ്യാനത്തിൽ ഞാനൊരു തീരുമാനമെടുത്തത് എന്താണെന്നറിയാമോ? എനിക്ക് ഒരു ദിവസം എനിക്ക് നല്ലവനാകണം. ഒരൊറ്റ ദിവസത്തിന് വേണ്ടി ഞാൻ പരിശ്രമിച്ചു. അതിനുവേണ്ടി ഞാൻ ചെയ്തത്, എൻ്റെ എല്ലാ പാപങ്ങളും പേപ്പറിൽ എഴുതിയെടുത്ത് കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ, അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ ഞാൻ ഏറ്റുപറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ഞാൻ ഏറ്റുപറയുന്ന ഈ പാപം എൻ്റെ ജീവിതത്തിൽ ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്നെ കൃപ ചെയ്ത് എന്നെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ നടക്കേണ്ട അത്ഭുതം എന്ന് പറയുന്നത് ഞാൻ ചെയ്ത പാപത്തിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടുക എന്നുള്ളത് മാത്രമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ എഴുതിയെടുത്ത പാപത്തിന്റെ ലിസ്റ്റുമായിട്ട് കുമ്പസാരക്കൂട്ടിൽ ചെന്ന് എനിക്ക് കിട്ടിയ വൈദികൻ അച്ഛനോട് ഞാൻ ഓരോ പാപങ്ങൾ കണ്ണുനീരോടെ ഏറ്റുപറഞ്ഞു. എനിക്ക് താങ്ങാൻ പറ്റാത്ത ഭാരം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വലിയ നിരാശയിലായിരുന്നു, ഭയത്തിലായിരുന്നു. ഒരു ആയുധമില്ലാതെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു അത്ഭുതം കണ്ടെന്താണെന്നറിയാമോ? എൻ്റെ കുമ്പസാരം കഴിഞ്ഞ് ആ കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ശരീരത്തിന് ഭാരമില്ല, എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ട്. മനുഷ്യരുടെ മുഖത്തേക്ക് ലജ്ജയില്ലാതെ, ഭയമില്ലാതെ നോക്കാനുള്ള ഒരു ആത്മശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തരാൻ തുടങ്ങി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ അന്വേഷിക്കുന്ന സന്തോഷമുണ്ടല്ലോ, ഈ ലോകത്തിൽ നമ്മൾ ആസ്വദിക്കാനായിട്ട്, തൃപ്തിപ്പെടുത്താനായിട്ട് ചെയ്യുന്ന ചില പാപങ്ങളുണ്ടല്ലോ, ഇതൊന്നും നമ്മളെ സന്തോഷിപ്പിക്കില്ല, ഇതൊന്നും നമ്മളെ തൃപ്തിപ്പെടുത്തില്ല. ഈ ലോകം തരുന്നത് നിരാശയും ദുഃഖവും കഷ്ടതയും ശാപവുമാണ്. എന്നാൽ വിശുദ്ധ കുമ്പസാരത്തിൽ എൻ്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് സമാധാനം കിട്ടി. ഈ ലോകത്തിൽ മനുഷ്യൻ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ
പാപം ദൈവസന്നിധിയിൽ യേശുവിന്റെ മുമ്പിൽ ഏറ്റു പറയുന്നവന് മാത്രമാണ് സമാധാനം കിട്ടുക എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. ഹല്ലേലൂയ. എന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് വിശുദ്ധ കുമ്പസാരം സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്റെ വിടുതലിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് വിശുദ്ധ കുമ്പസാരം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങനെ ആ ധ്യാനത്തില് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഒരു എൻ്റെ പഴയ ജീവിതങ്ങളെല്ലാം, കൂട്ടുകാര്, സ്നേഹങ്ങള്, ബന്ധങ്ങള്, ശീലങ്ങള്, വസ്ത്രങ്ങള്, എൻ്റെ എല്ലാം മാറ്റിക്കൊണ്ട് ഞാൻ കർത്താവിന് വേണ്ടി ഒരു പുതിയ മനുഷ്യനെ തീരുമാനിച്ചു. ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വീട് പഴയ ചുറ്റുപാടിൽ തന്നെയാണ്. മാനസിക രോഗിയായിട്ടിരിക്കുന്ന അമ്മ, മദ്യപിച്ച് നടക്കുന്ന അപ്പൻ, കുറെ ശത്രുക്കള്, കുറെ വെറുക്കുന്നവര്. ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന ആദ്യത്തെ ദിവസം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഇന്ന് മുതൽ നമ്മുടെ വീട്ടിൽ ഒരു കുടുംബ പ്രാർത്ഥന വേണം എന്ന് പറഞ്ഞ് അമ്മയും വിളിച്ചിരുത്തി ജപമാല പ്രാർത്ഥന തുടങ്ങി. അന്ന് എൻ്റെ അപ്പൻ മദ്യപിച്ച് വന്നിട്ട് എന്നെ ചവിട്ടി വലിച്ച് പുറത്തെറിഞ്ഞു. എൻ്റെ അമ്മയെ ഉപദ്രവിക്കാൻ തുടങ്ങി. സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ കൈ കൊണ്ട് അപ്പനെ ഞാൻ അടിക്കുമായിരുന്നു. എന്നാൽ അന്ന് ഞാൻ അപ്പനെ അടിച്ചില്ല. ഞാൻ ഈ പ്രശ്നത്തെ, ഈ അവസ്ഥയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ കൊടുത്തു. എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് കുറെ മുക്കാലിഞ്ച് മെറ്റിലുകൾ പിറക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ മുട്ടുകുത്തി നിന്ന് രണ്ട് കരവും വിരിച്ചു പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സർവശക്തനായ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, ഞങ്ങളുടെ വീടിന് ഒരു മാനസാന്തരം ഉണ്ടാകണം, ഞങ്ങളുടെ കുടുംബത്തിന് ഒരു വിടുതലുണ്ടാകണം. ഹല്ലേലൂയ. അമ്മയുടെ കരച്ചില് വീടിനകത്ത് മുഴങ്ങുമ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, 1-2 ആഴ്ചകളല്ല പ്രാർത്ഥിച്ചത്, 7 വർഷം ഞാൻ അതേ അവസ്ഥയിൽ തന്നെ തുടർന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പന് ഒരു ധ്യാനം കൂടാനായിട്ട് ദൈവം ഇടയാക്കി. ആ ധ്യാനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അപ്പൻ്റെ ഹൃദയത്തെ തൊട്ടു. പാപം ഉപേക്ഷിച്ച് നല്ല അപ്പനായി, നല്ല ഭർത്താവായി, നല്ല ശുശ്രൂഷകനായി എൻ്റെ അപ്പനെ ദൈവം, കർത്താവായ ദൈവം ഞങ്ങളുടെ വീട്ടിൽ ഒരു നല്ല കുടുംബനാഥനാക്കി തന്നുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ നാളില് പ്രിയപ്പെട്ടവരെ, എനിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും എന്നോട് പറയുന്നത്, ഇവൻ ആട്ടും തോലിട്ട ചെന്നായിയാണ്, ഇവൻ ആട്ടും തോലിട്ട ചെന്നായിയാണ്. എന്നെ പരിഹസിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും വിധിക്കുന്നവരും എന്നെ അവസരം നോക്കി എന്നെ ഉപദ്രവിക്കാനിരിക്കുന്നവരോടൊക്കെ കയ്യിൽ ഞാനിങ്ങനെ ഞെരുങ്ങുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈശോയെ, എനിക്ക് പ്രതികരിക്കാതിരിക്കാനുള്ള ശക്തി വേണം, എനിക്ക് ഈശോയിൽ വളരാനുള്ള കൃപ വേണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി ഞാൻ കരഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? ധ്യാനം കൂടുന്നതിന് മുമ്പേ ഒത്തിരി കൂട്ടുകാരും ഒത്തിരി ബന്ധങ്ങളും ഒത്തിരി സന്തോഷങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കാകെയുള്ള ഒരു സന്തോഷം, എനിക്കാകെയുള്ള ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമായി മാറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്നും ഇന്നും എൻ്റെ ദൈവം, എൻ്റെ കൂട്ടുകാരൻ യേശു ക്രിസ്തുവാണ്. ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ എൻ്റെ വേദനകളെല്ലാം പറയും, അവിടെ നിന്ന് എന്നോട് സംസാരിക്കാൻ പറയും. അന്ന് ഞാനിങ്ങനെ വേദനയോടെ കരയുന്ന സമയത്ത് എനിക്ക് ഒരു വെളിപാടെന്ന പോലെ പരിശുദ്ധാത്മാ പറയാം, മോനെ നീ ബൈബിൾ തുറന്ന് വായിക്കും. ഞാൻ ബൈബിൾ തുറന്നപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം എനിക്ക് കിട്ടി. ആ അധ്യായത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം വായിച്ചപ്പോൾ ഒന്നും തോന്നിയില്ലെങ്കിലും പിന്നീട് വായിക്കും തോറും എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ലോകത്തിൽ എൻ്റെ അപ്പനോ അമ്മയ്ക്കോ കൂട്ടുകാർക്കോ ബന്ധങ്ങൾക്കോ ആർക്കും ഞാൻ വിലമതിക്കുന്നവനല്ല, ഞാൻ ബഹുമാന്യനല്ല, ഞാൻ പ്രിയങ്കരനല്ല. എന്നാൽ എൻ്റെ പാപം കൊണ്ട് ഭാരപ്പെടുത്തിയ, എൻ്റെ അകൃത്യങ്ങൾ കൊണ്ട് ഭാരപ്പെടുത്തിയ, മുറിപ്പെടുത്തിയ എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ വിലപ്പെട്ടതാണ്, ഞാൻ പ്രിയങ്കരനാണ് എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല എനിക്ക് വേണ്ടത്, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് മാത്രം ഞാൻ ചെവി കോർക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഓരോ വചനം വായിക്കുമ്പോൾ ഈ വചനം എന്നോടാണ് സംസാരിക്കുന്നത്. വചനം എന്നെ തിരുത്തുന്നു, വചനം എന്നെ ശക്തിപ്പെടുത്തുന്നു, വചനം എന്നെ വിശുദ്ധീകരിക്കുന്നു, വചനം എന്നെ ആശ്വസിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിനെ എനിക്ക് കിട്ടിയതിൽ ഞാൻ വളരെ വളരെ ആഹ്ലാദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ജീവിതത്തിലേക്ക് ഞാൻ കടന്നുവിടാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രാർത്ഥനയുടെ തീഷ്ണത കൊണ്ട് ഒരു ധ്യാന സ്ഥലത്ത് എനിക്ക് പ്രേക്ഷിതനായിട്ടിരിക്കാൻ അവസരം കിട്ടി. ഞാൻ അവിടെ പ്രേക്ഷിത പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞു, ഈ ആളെ ഇവിടെ നിർത്തുന്നത് അത്ര ബുദ്ധിയല്ല, കാരണം ഇച്ചിരി കേസുകളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ ധ്യാന ടീമെല്ലാം കൂടെ ഒരു തീരുമാനം എടുത്തു. എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇവിടെ 5 ദിവസത്തെ ധ്യാനമുണ്ട്, അതിൽ 1 ദിവസം മാത്രം ഇവിടെ വന്നാൽ മതി, ബാക്കി 4 ദിവസം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ. എനിക്ക് കാര്യം മനസ്സിലായി. കാരണം എന്നെ ഒരു സ്ഥലത്തും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിട്ടല്ല
ഇവരെല്ലാവരും കാണുന്നത്. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതിൻ്റെ കാരണം എന്നെ ഭരിച്ചിരുന്ന പിശാചിന്റെ പ്രവൃത്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എന്നെ സ്വീകരിച്ചവൻ നീ മാത്രമാണ്, നീ എന്നെ വിട്ടുകളയരുത്, എന്നെ നീ മുറിയെ പിടിക്കണം. എന്നെ വിട്ടുകളഞ്ഞാൽ ഞാൻ വീണ്ടും പോയി വീഴാൻ പോകുന്നത് ആ പാപത്തിന്റെ ചെളിയിലാണ് എന്ന് ഞാൻ കർത്താവിനോട് ഏറ്റു പറഞ്ഞു. അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദർശനം ഉണ്ടായി. മുൾക്കിരീടം വെച്ച് രക്തത്തിൽ കുളിച്ച് കുരിശുമരം പിടിച്ചു വരുന്ന ഈശോയെ എൻ്റെ അകക്കണ്ണിൽ എനിക്ക് കാണാൻ പറ്റി. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, കാരണം ഞാൻ ആദ്യമായിട്ടൊരു ദർശനം കാണുക. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നലാണോ, ദർശനമാണോ, സ്വപ്നമാണോ, എനിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഇത് കാണാതിരിക്കാൻ ഞാൻ കണ്ണ് തുറന്നു പിടിച്ചു. ഈ കണ്ണ് തുറക്കുന്ന സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയം ഇതാണ്: എൻ്റെ അകക്കണ്ണിൽ ഞാൻ എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെ വ്യക്തമായി എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നു. മുൾക്കിരീടം വെച്ച രക്തത്തിൽ കുളിച്ച കുരിശുമരം പിടിച്ചു നിൽക്കുന്ന ഈശോയെ തുറന്ന കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെരമ്യാ 33:3 പറയുന്നു, നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നിന്റെ ബുദ്ധിക്ക് അതീതമായത് ഞാൻ പ്രവർത്തിക്കും. എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവം എൻ്റെ മേൽ ഇറങ്ങി വരാൻ തുടങ്ങി, എൻ്റെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ അവര് എന്നെ പറഞ്ഞു വീട്ടിലോട്ട് വിട്ടു. എനിക്ക് ഈ അനുഭവം കിട്ടിയപ്പോൾ എൻ്റെ സമനില തകർന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്ക് വട്ടായോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. അന്ന് ഞാൻ വീട്ടിലേക്ക് കണ്ണുനീരോടെയാണ് പോയത്. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? ഏതാനും നാളുകളായിട്ട് ഈ മാനസികമായ വിഭ്രാന്തിയിലിരുന്ന അമ്മ സ്വബോധത്തോടു കൂടെ വീട്ടിലുള്ള കാര്യങ്ങളെ ക്രമീകരിക്കുന്നത് കാണാൻ പറ്റി. ഒരു മരുന്നോ ഒന്നും മേടിച്ചു കൊടുത്തിട്ടല്ല, ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ മേൽ വന്നു. എൻ്റെ അമ്മ ഇന്ന് മാനസിക രോഗി അല്ല. പൂർണ്ണമായ മാനസികാരോഗ്യത്തോടെ, പൂർണ്ണമായ ശാരീരിക ബലത്തോടെ, പരിശുദ്ധാത്മാവിന്റെ നിറവോടെ എൻ്റെ അമ്മ ഇന്നിപ്പം ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പറയാൻ ഞാൻ ഈ ധ്യാന ടീമിലേക്ക് എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു. അന്ന് തുടങ്ങി ഞാൻ കർത്താവിന് വേണ്ടി പറയാൻ തുടങ്ങി, കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് ഞാൻ ഈ അനുഭവം ഇങ്ങനെ പറയുകയാണ്. അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. റോമ 14:8 പറയുന്ന പോലെ, ജീവിക്കുന്നെങ്കിൽ നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവിൻ, മരിക്കുന്നെങ്കിലോ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവിൻ. ജീവിച്ചാലും മരിച്ചാലും നാം ക്രിസ്തുവിന് വേണ്ടി തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രാർത്ഥന, ഒരു ശുശ്രൂഷ വേദി കർത്താവ് എനിക്ക് വേണ്ടി തുറന്നു തന്നു. ഞാൻ വിചാരിക്കാത്ത തരത്തിൽ എനിക്ക് കഴിവിനപ്പുറത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. അനേകരുടെ ജീവിതത്തെ ഈശോയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഉപകരണമാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ മാറ്റി തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ശുശ്രൂഷയിലൊക്കെ വ്യാപരിച്ചു. ആ നാളിൽ ഏകദേശം ഒരു 4 വർഷം കഴിഞ്ഞു. കല്യാണത്തിന്റെ ഒരു അവസരം വന്നു. ഞാൻ വിവാഹിതനായി 5 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ല. ഞങ്ങൾ ഇതിനെ ഓർത്ത് അസ്വസ്ഥപ്പെട്ടില്ല. പക്ഷേ ചില ആൾക്കാർ ചോദിക്കുന്നത്, ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഇത്രയും ധ്യാനങ്ങൾക്കൊക്കെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ, പക്ഷെ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളില്ലാത്തത്? ഞാൻ പറഞ്ഞു, പലരുടെയും ചോദ്യത്തിനുള്ള മറുപടി ഞാൻ ഇങ്ങനെ പറയും: എൻ്റെ വിശ്വാസം ചോർത്തിക്കളയാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയും, അബ്രഹാത്തിന് 100ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ കൊടുത്ത ദൈവം എനിക്ക് 200ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ തരും. ഹല്ലേലൂയ. ഞാൻ മരിച്ചാലും എൻ്റെ ദൈവം മരിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നോടൊരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, 200 500 ആയിക്കൊള്ളട്ടെ, ആദ്യം തന്നെ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മാർഗം നിങ്ങളിലുണ്ടോ എന്ന് നോക്ക്, ഒരു ഡോക്ടറെ കാണ് എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ എറണാകുളത്ത് ലക്ഷ്മി ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ പോയി കണ്ടു. അദ്ദേഹം ടെസ്റ്റുകളൊക്കെ നടത്തി നല്ലൊരു റിസൾട്ട് 2015 എനിക്ക് കിട്ടി. എന്താ റിസൾട്ട് എന്നറിയാമോ? നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് കിട്ടിയപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, കണ്ടില്ലേ, കർത്താവ് നമ്മളെ ശപിച്ചത് കൊണ്ടല്ലേ നമുക്ക് ഈ അവസ്ഥ വന്നത്. ഞാൻ പറഞ്ഞു, കർത്താവ് നമ്മളെ ശപിച്ചിട്ടില്ല, കർത്താവ് അനുഗ്രഹിക്കുന്നവനാ. കാരണം ഞാൻ എൻ്റെ പാപം എൻ്റെ ദൈവത്തിന് മുമ്പിൽ ഏറ്റു പറഞ്ഞതാ. സങ്കീർത്തനം 32:5 പറയുന്നത്, ഞാൻ കർത്താവിനോട് എൻ്റെ പാപം ഏറ്റു പറഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ അകർത്യം മറച്ചു വെക്കാതിരുന്നപ്പോൾ, ഞാൻ എൻ്റെ പാപം ഏറ്റു പറയുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് ക്ഷമിച്ചു എന്നാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപം ഏറ്റു പറയുമ്പോൾ അതിനെതിരെ പ്രതികാരം ചെയ്യുന്നവനല്ല കർത്താവ്. തന്റെ സ്വപുത്രനെ, ധൂർത്തപുത്രനെ സ്വീകരിച്ചതുപോലെ നഷ്ടപ്പെട്ടതിന്റെ 10 ഇരട്ടി തരം കാത്തിരിക്കുന്നവനാ ദൈവം. സങ്കീർത്തനം 103:10-11 വാക്യങ്ങളിൽ പറയുന്നത്, കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അത്ര അകലത്തിൽ നമ്മുടെ അകൃത്യങ്ങളെ കർത്താവ് നമ്മിൽ നിന്ന് അകറ്റി നിർത്തുന്നു എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, പിന്നെ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളില്ലാത്തത്? ഞാൻ പറഞ്ഞ്, നമുക്ക് 200ാമത്തെ വയസ്സിൽ കർത്താവ് കുഞ്ഞിനെ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഡോക്ടർ തന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് ഞാൻ പോയി. ഞാൻ കർത്താവിൽ ആശ്രയിച്ചു.
ഞാൻ ഈശോയോട് പറയുന്നത് ഇത്ര മാത്രമാണ്, കർത്താവേ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മതി, ഇവിടെ കുഞ്ഞുങ്ങളുണ്ടാകണം, കല്യാണം നടക്കണം, നടുവുവേദന മാറണം, ഇതൊന്നും അല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറുന്നുണ്ടോ എന്ന് മാത്രമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനിങ്ങനെ പോകാൻ തുടങ്ങി. എന്തായാലും പ്രിയപ്പെട്ടവരെ, 2015 ഒക്ടോബർ മാസത്തിൽ ഡോക്ടർ ഒരു സർട്ടിഫിക്കറ്റ് തന്നെങ്കിൽ 2016 ജനുവരി മാസത്തിൽ ദൈവമായ കർത്താവ് എനിക്ക് ഒരു റിസൾട്ട് തന്നു. ഇത് എൻ്റെ മകനാണ്, ഇതെന്റെ മകനാണ്, ജോനാഥാൻ എന്നാണ് ഇവന്റെ പേര്. ഇവനിപ്പോ 8 വയസ്സായി. 2016 സെപ്റ്റംബർ 13 ദൈവം എനിക്കായി ഒരുക്കിയ ഒരു സമ്മാനമാണിത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞത് ഞങ്ങൾ ശപിക്കപ്പെട്ടവരാ. പ്രിയപ്പെട്ടവരെ, നിയമപ്രകാരം ഇത്തരം പ്രവൃത്തിയിൽ ശപിക്കപ്പെട്ടവരാ. എന്നാൽ കർത്താവായ യേശു ഈ ലോകത്തിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. ഗലാത്തി 3:13 പറയുന്നത്, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ സ്വന്തമാക്കിയത് കൊണ്ട്, യേശുവിനെ കിട്ടിയത് കൊണ്ട് ഞാൻ ഇന്ന് സ്വാതന്ത്ര്യനാണ്, ഞാൻ ഇന്ന് ശക്തനാണ്. യേശുവിനെ കിട്ടിയത് കൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ആത്മാവിൽ ആനന്ദിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് അല്പം പോലും വിശ്വാസക്കുറവില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്യാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പൻ്റെ മദ്യപാനം കർത്താവ് എടുത്തു മാറ്റി. കേസുകൾ 9 കേസുകൾ ഉണ്ടായിരുന്നു. ആ കേസുകൾ എടുത്തു മാറ്റി. ഒത്തിരി വ്യക്തികളുമായിട്ട് ഭിന്നിച്ച് നിൽക്കുന്ന അവസ്ഥകളുണ്ടായിരുന്നു. ശത്രുക്കളായിരുന്നവർ കർത്താവ് മിത്രങ്ങളാക്കി മാറ്റി. ഞാൻ ഒരു ദേശത്ത് ഒന്നിനും പ്രയോജനപ്പെടാത്തൊരു വ്യക്തിയായിരുന്നെങ്കിൽ കർത്താവ് എന്നെ ആ ദേശത്ത് ഒരു അനുഗ്രഹമാക്കി കർത്താവ് ഉയർത്തിക്കൊണ്ടുവന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ കിട്ടുന്ന സമയം മുഴുവൻ ദൈവത്തിന് കൊടുത്തിരിക്കുക. എൻ്റെ ദിവസമില്ല, എൻ്റെ മണിക്കൂറുമില്ല, എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ ദൈവത്തിന് കൊടുത്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി പോവുക, ഈശോയെ കുറിച്ച് പറയുക, ഈശോയുടെ കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ വീടിനടുത്ത് നസ്രത്ത് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിലൂടെ പോകുന്ന സമയത്ത് ഒരു വെളിപാട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാണ്. അതായത്, മോനെ, നീ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന വീട്ടിലേക്ക് ചെല്ലുക. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു അനുഭവമാണ്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പച്ച പെയിന്റ് അടിച്ച ഓടിട്ടൊരു വീട് കണ്ടു. ആ വീട് അടച്ചുപൂട്ടിരിക്കുക. എന്നാൽ ആത്മാവിന്റെ പ്രേരണ, നീ അവിടേക്ക് ചെല്ലുക, മുട്ടി വിളിക്കുക. ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചു. ഒരു മനുഷ്യൻ വാതിൽ തുറന്നിട്ട് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം മദ്യപിച്ച് നിൽക്കുക. എനിക്ക് അദ്ദേഹത്തിനോട് പറയാൻ പറ്റിയ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. കയറി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം മദ്യപിച്ച് നിൽക്കുക. അവിടെ കയറി എന്ത് പ്രാർത്ഥിക്കണമെന്നോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. അവിടെ നിന്ന് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദർശനം തരികയാണ്. ഒരു കട്ടിലിന്റെ താഴത്ത് ഒരു കാലിയായ മദ്യക്കുപ്പി, അതിനടുത്ത് ഒരു ഗ്ലാസ് മദ്യം, അതിനടുത്ത് ഒരു കുടുക്ക് കയറ്. ഇത് കാണിച്ചു തരുന്നു. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതാ ഇങ്ങനെ ഒരു കാര്യം കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ബെഡ്റൂമിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഒരു കട്ടിലിനടിയിൽ നിന്ന് ഒരു കാലിയായ മദ്യക്കുപ്പി എടുത്ത് വെക്കുന്നു, ഒരു ഗ്ലാസ് മദ്യം എടുത്ത് വെക്കുന്നു, ഒരു കുടുക്ക് കയറ്, എട്ടിത്തൂങ്ങാൻ ചാവാൻ തരത്തിൽ ഒരു കയറെടുത്തിട്ട് തന്നിട്ട് പറഞ്ഞു, ബ്രദർ, ഇതാണോ ചോദിച്ചത്? ആ മനുഷ്യൻ ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ അവസാനമായിട്ട് ഒരു പെഗ് കഴിച്ചിട്ട് അതോടുകൂടി ജീവിതം അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അയോഗ്യനും പാപിയുമായ എന്നെ ആ മനുഷ്യന്റെ അടുത്തേക്ക് വിട്ടിട്ട് ആ മരണത്തിൽ നിന്ന്, ആ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കാലത്ത് മനുഷ്യരുടെ ശരീരത്തിനും മനസ്സിനും ജീവിതത്തിനും ഞാൻ തകർച്ച ഉണ്ടാക്കുമെങ്കിൽ, രോഗമുണ്ടാക്കിയെങ്കിൽ, അവരുടെ ജീവിതത്തെ നശിപ്പിച്ചുവെങ്കിൽ, എൻ്റെ ജീവിതത്തിലേക്ക് ഈശോ വന്നതിന് ശേഷം അനേകരുടെ ജീവിതത്തെ ഇതുപോലെ പാപത്തിന്റെ മരണത്തിന്റെ പിടിയിൽ നിന്ന് കരകയറ്റിയെടുക്കാൻ, ഈശോയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവമായ കർത്താവ് എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അങ്ങനെ നിരവധി പേരെ മരണത്തിനകത്ത് നിന്ന് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പിടിച്ചെടുത്ത് കർത്താവിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു കൃപാവരം കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞു തന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 115:12 കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട്. കർത്താവിനറിയാം നീ ഏതവസ്ഥയിൽ ഇരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനത്തിൽ 55:22 പറയുന്ന പോലെ, നമ്മുടെ ഭാരം കർത്താവിനെ ഏൽപ്പിച്ചോ, അവൻ നോക്കിക്കോളും, അവൻ താങ്ങിക്കോളും, അവൻ എടുത്തുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വീടിനടുത്ത് ജാക്സർ എന്ന് പറഞ്ഞൊരു മകനുണ്ട്. അദ്ദേഹത്തിന്റെ കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ആണ്. കുഞ്ഞ് മരിച്ചു പോകും. ഡോക്ടർ പറഞ്ഞു, ശ്രീചിത്ര ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് ചികിത്സ ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല,
എന്തായാലും എല്ലാവരും കുഞ്ഞ് മരിക്കാൻ പോവുകയാണ്. അന്നൊരു ദിവസം ഈ ജാക്സൺ ഓടി വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, കൊച്ചിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്, ഒന്ന് നോക്കണം. ഞാൻ ഓടിച്ചെല്ലുമ്പോൾ കൊച്ചു മരിക്കാമെന്ന്. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവർക്കും അറിയാം കൊച്ചു മരിക്കാൻ പോവുകയാണെന്ന്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം തോന്നി, കൊച്ചു മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ, പക്ഷെ പ്രാർത്ഥന കേട്ട് മരിക്കട്ടെ, ഈശോയുടെ നാമം കേട്ട് മരിക്കട്ടെ, ഈശോയുടെ വചനം കേട്ട് മരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മാതാവിനോട് ചേർന്ന് ജപമാല ചൊല്ലി തുടങ്ങി. ജപമാല ചൊല്ലി 50 നന്മനിറഞ്ഞവരെ കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു എഴുന്നേറ്റിരുന്നിട്ട് പറയാണ്, ഇവിടെ ഈശോ വന്നു എന്നെ തൊട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വലിയ ബോധ്യത്തിലേക്ക് എനിക്ക് വരാൻ പറ്റിയില്ല. ചിലപ്പോൾ കൊച്ചിന്റെ അബോധാവസ്ഥയിൽ തോന്നിയതായിരിക്കും. എന്നാലും ഞങ്ങൾ 1 മണിക്കൂറോളം പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ മാറി. അപ്പോഴേക്കും ഇങ്ങനെ ശ്വാസം കിട്ടാതെ കിടന്ന കൊച്ചെ എഴുന്നേറ്റൊരു കസേരയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, മണിക്കൂറുകൾ കഴിയും തോറും അതിൻ്റെ ശരീരത്തിൽ ആരോഗ്യം വീണ്ടെടുക്കാൻ തുടങ്ങി. അതിൻ്റെ ക്യാൻസർ രോഗത്തിൽ വ്യത്യാസം വരാൻ തുടങ്ങി. എന്തായാലും അവർ പോയി ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഡോക്ടർ ഒരു റിസൾട്ട് കൊടുത്തു. ഇന്നലെ വരെ അവളിൽ ഉണ്ടായിരുന്ന ഈ ക്യാൻസർ രോഗം ഇപ്പോൾ ഈ കുഞ്ഞിലില്ല. 6 മാസം കഴിയുമ്പോൾ മരിക്കും എന്ന് പറഞ്ഞ കൊച്ച് ഇപ്പോൾ 8 വർഷമായിട്ട് ജീവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഒത്തിരി ലഹരിയുണ്ട്, ഒത്തിരി സന്തോഷങ്ങളുണ്ട്. ഇതെല്ലാം ജഡത്തെ തൃപ്തിപ്പെടുത്തും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ, ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ ഈ ലോകത്തിലുള്ള ഇന്ന് വരെ ഒരു ലഹരിയും കണ്ടുപിടിച്ചിട്ടില്ല. നമ്മുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരൊറ്റ ലഹരി എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുർബാനയിലൂടെ കിട്ടുന്ന ലഹരി ഈ ലോകത്തിന് തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഇന്ന് ആനന്ദിക്കുക. എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ലഹരി, ഏറ്റവും കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ ആനന്ദം എന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഈശോയിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം, നാളെ എൻ്റെ ആരോഗ്യം പോകും, ഭാര്യ പോകും, കുഞ്ഞു പോകും. എനിക്ക് ഇന്ന് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം എൻ്റെ അടുത്ത് നഷ്ടപ്പെടും. ഞാൻ നാളെ എല്ലാം ഒന്നുമില്ലാത്തവനായി ഞാൻ മാറും. എന്നാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം നഷ്ടപ്പെടാത്തതൊന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 20 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ കുംഭസാരത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ടപ്പോൾ എനിക്ക് കിട്ടി നിത്യജീവൻ, എനിക്ക് കിട്ടി സംതൃപ്തി. എനിക്ക് മരണം വരെ അത് കഴിഞ്ഞ് ആനന്ദിക്കാനുള്ള വക കർത്താവായ ദൈവം ഈ ആൾത്താരയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ പ്രാർത്ഥനകൾ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം നല്ലവനായിട്ട് ജീവിക്കണം. നല്ലവനായിട്ട് ജീവിക്കണമെങ്കിൽ ഈശോ പറയുന്നത് പോലെ ജീവിക്കണം. അതുകൊണ്ട് വചനം വായിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് എത്രമാത്രം ഈശോയെ സ്നേഹിക്കാൻ പറ്റും അത്രമാത്രം കർത്താവിനെ സ്നേഹിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഞാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ ആലയത്തിലേക്ക് വന്ന് കർത്താവ് തന്ന ഈ അനുഭവങ്ങൾ, കർത്താവ് തന്ന ഈ കൃപകൾ ഈ വേദിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഏറ്റുപറയാൻ പറ്റിയതിൽ ഞാൻ വലിയ സന്തോഷവാനാണ്. ഹല്ലേലൂയ. വൈകുന്നേരം വരെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ഓരോ മണിക്കൂറുകളിലും ജീവിക്കുന്നെങ്കിൽ അത് കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.